അമൃതവചനം. വിമർശനങ്ങളെ നേരിടുമ്പോൾ ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ നാവിൻതുമ്പിലാണ് ജീവിക്കുന്നതെന്ന് പറയാം. ആരെങ്കിലും നമ്മളെ അല്പം പ്രശംസിച്ചാൽ നമ്മൾ ആകാശം മുട്ടെ പൊങ്ങും. പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ കടലിൻ്റെ ആഴത്തോളം മുങ്ങുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ വിമർശനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധ്യവുമല്ല. അതിനാൽ വിമർശനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിമർശകർ രണ്ടു തരത്തിലുണ്ട്: നമ്മുടെ നന്മ ലക്ഷ്യമാക്കി വിമർശിക്കുന്നവരും അല്ലാത്തവരും. ആദ്യത്തെ കൂട്ടരുടെ വിമർശനം നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അവയെ സ്വയം മാറ്റാൻ പ്രേരിപ്പിക്കുന്നവയാണ്. ഇത്തരം വിമർശനം നമ്മെ സ്നേഹിക്കുന്നവരിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും ഉണ്ടാകും. അച്ഛനമ്മമാരും ബന്ധുക്കളും അധ്യാപകരുമെല്ലാം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ മോശക്കാരാക്കാനല്ല, നമ്മൾ തെറ്റ് തിരുത്തി ജീവിതത്തിൽ മുന്നേറണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിനാലാണ്. അവരുടെ വിമർശനങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇഷ്ടമായില്ലെന്ന് വരാം. എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം: നമ്മളെ അന്ധമായി ആരാധിക്കുകയും ഏതു സമയവും നമ്മളെ പുകഴ്ത്തുകയും ചെയ്യുന്നവരേക്കാൾ ഇത്തരം വിമർശകരായിരിക്കും നമുക്ക് ഗുണം ചെയ്യുക. രണ്ടാമത്തെ തരത്തിൽപ്പെട്ട വിമർശകർ നമ്മളോട് അസൂയയോ വെറുപ്പോ പകയോ മനസ്സിൽ വെച്ചു പുലർത്തുന്നവരാണ്. നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാനും സത്പേരില്ലാതാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് അവരുടെ വിമർശനങ്ങൾ. എങ്കിലും അവരുടെ വിമർശനങ്ങളിലും സത്യത്തിൻ്റെ ഒരംശമെങ്കിലും ഉണ്ടാകാം. അവരോട് കലഹിക്കുകയും അവരെ വെറുക്കുകയും ചെയ്യുന്നതിന് പകരം അവരുടെ വിമർശനത്തിലുള്ള സത്യത്തിൻ്റെ അംശത്തെ കണ്ടറിഞ്ഞ് സ്വയം തിരുത്താൻ തയ്യാറാകണം. കുറ്റം പറയണമെന്നുള്ളവർക്ക് ഏതു കാര്യത്തിലും കുറ്റം കണ്ടെത്താൻ കഴിയും. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരാൾ തൻ്റെ അയൽക്കാരനെ എന്തിനും ഏതിനും വിമർശിക്കുന്ന ശീലക്കാരനായിരുന്നു. അയൽക്കാരൻ കാറ് വാങ്ങിയപ്പോൾ അതിനേക്കാൾ മോശപ്പെട്ട വേറെ കാറൊന്നും മാർക്കറ്റിൽ ഇല്ലെന്ന് അയാൾ പറഞ്ഞു. വീട് പെയിൻറ് ചെയ്തപ്പോൾ അതൊരു ഭംഗിയുമില്ലാത്ത നിറക്കൂട്ടുകളാണെന്ന് പറഞ്ഞു. അയൽക്കാരനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന വാശിയോടെ മറ്റേയാൾ ഒരു വിശേഷപ്പെട്ട നായയെ വാങ്ങി. ഏറ്റവും വിലപിടിച്ചതും നല്ല പരിശീലനം ലഭിച്ചതും അസാധാരണ കഴിവുകളുള്ളതുമായിരുന്നു ആ നായ. അതിൻ്റെ കഴിവുകൾ കാണിക്കാനായി ഒരു ദിവസം അയാൾ അയൽക്കാരനെ ക്ഷണിച്ചു. ഒരു വടിയെടുത്തെറിഞ്ഞിട്ട് പിടിക്കാൻ പറഞ്ഞപ്പോൾ നായ ഓടിച്ചെന്ന് ആ വടി ചാടിപ്പിടിച്ച് തിരികെ കൊണ്ടുവന്നു. അതിനേക്കാൾ ഉയരത്തിൽ വടി എറിഞ്ഞപ്പോഴും നായ അത്രയും ഉയരത്തിൽ ചാടി വടി കടിച്ചെടുത്തു. അകലേക്കെറിഞ്ഞപ്പോൾ ആ വടി ചെന്ന് വീണത് ഒരു തടാകത്തിലാണ്. വടിയുടെ കൂടെ ഓടിയ നായ ഒറ്റച്ചാട്ടത്തിന് ആ വടി കടിച്ചെടുത്ത് തിരികെ ഒറ്റച്ചാട്ടത്തിന് കരയിലെത്തി. അത് കണ്ട് അയൽക്കാരൻ പോലും അത്ഭുതം കൊണ്ട് വാപൊളിച്ചു പോയി. നായയുടെ ഉടമ അഭിമാനത്തോടു കൂടി ചോദിച്ചു: "എങ്ങനെയുണ്ടെൻ്റെ പുതിയ നായ?" "ഓ, എവിടുന്ന് കിട്ടി ഈ നായയെ? ഇവന് നീന്താൻ പോലും അറിയില്ല" എന്നായിരുന്നു അയൽക്കാരൻ്റെ പ്രതികരണം. നമ്മുടെ നന്മ ലക്ഷ്യമാക്കിയുള്ള വിമർശനങ്ങൾ സ്വീകരിക്കാനും മറ്റെല്ലാത്തിനെയും തിരസ്കരിക്കാനും നമുക്ക് കഴിയണം. വിമർശനങ്ങളെ ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസം കെടുത്താനോ മനഃശാന്തി ഇല്ലാതാക്കാനോ അനുവദിക്കരുത്.